ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കാം പീരിയഡ്സ് മിസ്സായതിന് ശേഷം. നമ്മൾ ചിലർ പ്രഗ്നൻസി കിറ്റിൽ നെഗറ്റീവ് കാണിക്കും 2-3 ടൈംസ്, ബട്ട് സ്റ്റിൽ അവർക്ക് പോസിറ്റീവ് വന്നൊരു സ്കോപ്പ് ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എങ്ങനെ പ്രഗ്നൻസി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, നമ്മുടെ പീരിയഡ്സ് ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് വയ്ക്കുക. അതിനുശേഷം എന്നാണോ നമ്മുടെ പീരിയഡ്സ് മിസ്സാവുന്നത് അന്ന് തൊട്ടിട്ട് ഒരു 8-9 ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഇന്ന് നമ്മുടെ പ്രഗ്നൻസി മിസ്സായി, നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പോയി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാല്യൂ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഈവൻ നമ്മുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കൂടി. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ പീരിയഡ്സ് മാറി എന്ന് കണ്ട് ഒരു 8 അല്ലെങ്കിൽ 9 ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കിറ്റ് വാങ്ങിയതിന് ശേഷം ചെയ്യുന്നവർ ആ കിറ്റിനെ പറ്റി പ്രോപ്പറായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഡ്രോപ്പ് അതിൽ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി കേസസിൽ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. കിറ്റും കാര്യങ്ങളും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലയളവ് കറക്റ്റായിട്ട് നോക്കുക. ഒരു 8 ദിവസത്തിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ മാത്രമേ വരുന്നുള്ളെങ്കിൽ അതിപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അവിടെ നമുക്ക് പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ നോക്കിയവർക്ക്. അതുപോലെ തന്നെ ചിലർക്ക് വരുന്നൊരു ഡൗട്ടാണ്, പ്രഗ്നൻസി കിറ്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫെയിൽഡ് ലൈൻ കാണിച്ചു. ആ ഫെയിൽഡ് ലൈൻ എത്രത്തോളം ചാൻസസ് ഉണ്ട് പോസിറ്റീവ് ആകാൻ, എത്രത്തോളം ചാൻസസ് ഉണ്ട് നെഗറ്റീവ് ആകാൻ? ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നീട് നമുക്ക് വരുന്ന വേറൊരു ഡൗട്ട്, നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്തു, യൂറിൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കാണിക്കണില്ല. അവിടെ ഒരു പിങ്ക് ലൈനും കാണിക്കണില്ല, 2 പിങ്ക് ലൈനും കാണിക്കണില്ല, ഫുള്ള് ടോട്ടലി ബ്ലാങ്ക് ആയി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കേസസിൽ കിറ്റ് ഇൻവാലിഡ് ആയിരിക്കും. പിന്നെ നമുക്കുള്ളൊരു സംശയമാണ്, നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്കിതിൽ പോസിറ്റീവ് വാല്യൂ കിട്ടിയിട്ടില്ല, നെഗറ്റീവ് വാല്യൂ ഒരു ഫെയിൽഡ് വാല്യൂ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു ചാൻസസ് ഉള്ള സ്ഥിതിക്ക് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആ ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു 3 രീതിയിൽ. ഇവിടെ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് സ്റ്റിൽ പ്രഗ്നൻസിയുടെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് മോർണിംഗ് സിംറ്റംസ് ഉണ്ട്, ഫുഡിനോടുള്ള പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, ബട്ട് എനിക്ക് നെഗറ്റീവ് കാണിക്കുന്നു. ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ സിറം ബീറ്റ HCG എന്നൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാം. ഈ ബ്ലഡ് ടെസ്റ്റ് ഒരു ഹോർമോൺ ബ്ലഡ് ടെസ്റ്റാണ്. നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിലും ഇതേ ഹോർമോൺ തന്നെയാണ് ഡിറ്റക്റ്റ് ചെയ്യണത്. പക്ഷേ കിറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. സോ നമ്മൾക്ക് പ്രഗ്നൻ്റ് ആണ് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ സിറം ബീറ്റ HCG ചെയ്ത് നോക്കാം. സിറം ബീറ്റ HCG ചെയ്യുന്നതിന് നമുക്ക് രാവിലെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോർമലായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു ലാബിൽ പോയിട്ട് സിറം ബീറ്റ HCG ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്ലഡ് കളക്ട് ചെയ്ത് ഒരു 3 hours ശേഷം നമ്മൾ കൊടുക്കുന്നത്. നല്ലൊരു ലാബിലാണെങ്കിൽ അവരത് 3 മണിക്കൂറിന് ശേഷം നമുക്ക് വാല്യൂ തരും. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിന് മുന്നായിട്ട് തന്നെ ഒരു 1 hour വാല്യൂ കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അത് കൾച്ചർ ചെയ്ത് ഏത് ലെവലിലാണ് ആ വാല്യൂ വരുന്നതെന്ന് നമുക്ക് കിട്ടി. ബീറ്റ HCG വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ 3 hours ശേഷം നമുക്ക് വാല്യൂ കിട്ടും. സോ നമുക്ക് എത്ര മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ആണെങ്കിൽ കൂടി, അതായത് പ്രഗ്നൻസിക്ക് എത്രത്തോളം ചാൻസസ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഈ സിറം ബീറ്റ HCG ടെസ്റ്റ് പറഞ്ഞു തരും. ഈ ബീറ്റ HCGയുടെ വാല്യൂ നമുക്ക് കണ്ടിട്ട് അത് മനസ്സിലാവണം. അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അടുത്ത വീഡിയോ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബീറ്റ HCGയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ബ്ലഡ് റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എങ്ങനെ അറിയാം, അങ്ങനത്തെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ബാലൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യും.